തട്ടിയുള്ള മരണത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ. ശരീരത്തിന്റെ ഭാഗങ്ങൾ പലപ്പോഴും ദൂരേക്ക് ചിതറിപ്പോകും. ഈ മൃതദേഹങ്ങൾ എടുക്കാൻ വരുന്നവരെ പറ്റി ചിന്തിക്കാറുണ്ടോ? അവരുടെ മാനസികാവസ്ഥ. പല സ്ഥലങ്ങളിൽ നിന്നായി ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ പെറുക്കിക്കൂട്ടുമ്പോഴുണ്ടാകുന്ന നടുക്കം. ഈ നടുക്കത്തിലൂടെ വർഷങ്ങളായി കടന്നു പോകുന്ന ഒരു സ്ത്രീയുണ്ട് പട്ടാമ്പിയിൽ, ദേവി എന്ന ദേവിക. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ എടുക്കുന്നത് ദേവിയാണ്. 15 വർഷത്തോളമായി വേതനമൊന്നും കൈപ്പറ്റാതെ ദേവി ഈ സേവനം ചെയ്യുന്നു. മരണം സംഭവിച്ച് റെയിൽവേ ട്രാക്കിലെത്തിയാൽ ആദ്യം ചെയ്യുക മൃതദേഹം ട്രാക്കിൽ നിന്ന് മാറ്റുകയാണ്. പിന്നീട് കിട്ടിയ ഭാഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ആശുപത്രിയിലെത്തിക്കുന്നതുവരെ ദേവി കൂടെ ഉണ്ടാകും. ഈ കാലത്തിനിടെ 100-ലധികം മൃതദേഹങ്ങളാണ് ദേവിയുടെ കൈകളിലൂടെ കടന്നു പോയിട്ടുള്ളത്. റെയിൽവേ ട്രാക്കിലെ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾക്ക് മുന്നിൽ ദേവി ഒരിക്കലും മടിച്ചു നിന്നിട്ടില്ല. മൃതദേഹം എടുക്കാൻ ഒറ്റ ഫോൺ കോളിൽ ചേച്ചി ഓടിയെത്തും. 55-ാം വയസ്സിലും ഈ സൗജന്യ സേവനം തുടരുകയാണിവർ. റെയിൽവേ ട്രാക്കിൽ മരണം നടന്നാൽ പോലീസോ സ്റ്റേഷൻ മാസ്റ്ററോ ആരാണെങ്കിലും ആദ്യം വിളിക്കുക ദേവിയെയാണ്. പാതിരയെന്നോ പകലെന്നോ നോക്കാതെ ഏതു നേരത്തും അവിടെ ഓടിയെത്താൻ ദേവിക്ക് സാധിക്കാറുണ്ട്.